ഹലോ ഫ്രണ്ട്സ്, 1991 ഡിസംബർ 6 ടെക്സസിലെ ഓസ്റ്റിൻ നഗരം. സമയം രാത്രി 11 മണി. ഡിസംബർ മാസത്തിലെ തണുപ്പും രാത്രിയുടെ ഇരുട്ടും കൊണ്ട് റോഡ് വഴികളെല്ലാം വിജനമാണ്. എന്നാൽ അല്പം അകലെ ഐ കാൻ ബിലീവ് ഇറ്റ്സ് എ യോഗാട്ട് എന്ന ഷോപ്പിൽ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. അതിനകത്ത് 4 പെൺകുട്ടികളുണ്ട്. അതിലെ 2 പേർ എലീസ തോമസ്, ജെന്നിഫർ ഹാർബിസൺ എന്നിവർ ആ ഷോപ്പിലെ തന്നെ പാർട്ട് ടൈം ജോലിക്കാരാണ്. തങ്ങളുടെ പഠനം കഴിഞ്ഞ് വൈകുന്നേരം മുതൽ ഷോപ്പ് അടയ്ക്കുന്നതുവരെ ജോലി ചെയ്യുന്നവർ. അവർ കസേരകളെല്ലാം ഒതുക്കി ടേബിളിന്റെ പുറത്ത് കമഴ്ത്തി വെച്ച് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നുള്ള തിരക്കിനാണ്. മറ്റു 2 പേർ, ഒന്ന് ജെന്നിഫറിന്റെ ഇളയ സഹോദരി സാറയുടെ സുഹൃത്ത് എമിയുമാണ്. ഇവർ കടപൂട്ടി കഴിഞ്ഞ് ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി തങ്ങളുടെ പഠനങ്ങളെ പറ്റിയും മറ്റു തമാശകളെല്ലാം പറഞ്ഞ് രാത്രി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അവരുടെ കരിയറിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. അങ്ങനെ കടപൂട്ടി വേഗം പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല പുറത്തിരുട്ടിൽ ആരോ തങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഈ 4 പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ രാത്രി ഒരു സാധാരണ രാത്രിയായിരുന്നില്ല. അവരുടെ ജീവിതവും ഒപ്പം സ്വപ്നങ്ങളും ഇല്ലാതായ ഒരു രാത്രിയായിരുന്നു അത്. 33 വർഷത്തിനിപ്പുറവും ഓസ്റ്റിൻ പോലീസിനെ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു അൺസോൾവ്ഡ് കേസാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു ദി യോഗട്ട് ഷോപ്പ് മർഡർ കേസ്. They're grieving for their classmates. 3 of the victims were students at Lanier High School. Today, the students tried to deal with the loss and their pain together. This is probably the worst, most heinous. 1991 ഡിസംബർ 6 രാത്രി പെട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാർ ആകാശത്തേക്ക് ഉയരുന്ന കറുത്ത പുക ശ്രദ്ധിക്കുന്നു. എന്തോ പന്തികേട് തോന്നി പുകയുടെ പിന്നാലെ പോയ പോലീസ് ചെന്ന് നിന്നത് ഐ കാൻ ബിലീവ് ഇറ്റ്സ് എ യോഗട്ട് എന്ന ഷോപ്പിന്റെ മുന്നിലാണ്. അവിടെ ആ രാത്രിയിൽ യോഗട്ട് ഷോപ്പ് പൂർണ്ണമായും കത്തുകയാണ്. അവർ ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. സൈറൻ മുഴക്കിക്കൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തി തീയണയ്ക്കാൻ തുടങ്ങി. സമയം അർദ്ധരാത്രി ആയതിനാൽ തന്നെ ആളഭയമൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഷോപ്പിലുണ്ടായ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാരണമെന്ന് കരുതി. ഷോപ്പിനകത്തെ സ്പ്രിംഗ്ലർ സിസ്റ്റം പ്രവർത്തിച്ചിട്ടില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം ആ ഷോപ്പ് അപ്പോഴേക്കും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. തീ അണച്ച് അകത്തേക്ക് പ്രവേശിച്ച ഉദ്യോഗസ്ഥരെ കാത്തിരുന്നത് ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. പരസ്പരം അടുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ ഒന്നും തന്നെയില്ലാതെ കൈകൾ ബന്ധിച്ച് 3 മൃതദേഹങ്ങൾ. അവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഏകദേശം 10 അടി മാറി 4ാമത്തെ പെൺകുട്ടിയുടെ മൃതദേഹവും ഇതേ അവസ്ഥയിൽ തന്നെ കണ്ടെത്തുന്നു. കണ്ടെത്തിയ ഡെഡ് ബോഡികൾ ആധാരമാക്കി അന്വേഷണം നടത്തുമ്പോൾ 4 പെൺകുട്ടികളും മരണപ്പെട്ടതിന്റെ കാരണം .22 കാലിബറുള്ള ഒരു തോക്കുകൊണ്ട് തലയിൽ വെടികൊണ്ടതിനാലാണെന്ന് മനസ്സിലാകുന്നു. അതുമാത്രമല്ല, തെളിവ് നശിപ്പിക്കാനായി അവിടെ കത്തിക്കുന്നതിന് തൊട്ടു മുമ്പ് എമ്മി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എമ്മിയുടെ ശരീരം അല്പം മാറിക്കിടക്കുന്നത്. ഈ ഒരു സമയത്ത് വളരെ അടുത്ത പോയിന്റിൽ നിന്നും എമിയുടെ തലയ്ക്ക് 2ാമത്തെ വെടി കിട്ടിയിട്ടുണ്ട്. ഈ പെൺകുട്ടികളിൽ 2 പേർ ലൈംഗികമായി ഉപയോഗം ചെയ്യപ്പെട്ടു എന്നും പോലീസിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരു പുരുഷന്റെ DNA സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് കിട്ടിയിരുന്നു. ആ ഷോപ്പ് പൂർണ്ണമായും കത്തി നശിച്ചതിനാൽ മറ്റു തെളിവുകൾ അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിച്ചില്ല. ഈ കേസിൽ ഷോപ്പ് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, പിന്നെ സമീപ പ്രദേശത്തെ കുറ്റവാളികൾ, അങ്ങനെ ആയിരക്കണക്കിന് പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അന്നത്തെ ദിവസം ഷോപ്പിലെത്തിയ കസ്റ്റമേഴ്സിനെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു വ്യക്തി പറയുന്നതിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ആ കസ്റ്റമർ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ ഷോപ്പിലേക്ക് വന്നിരുന്നു. അയാളെ ശ്രദ്ധിക്കാനുള്ള കാരണം അയാൾ വളരെയധികം പരിഭ്രമം കാണിച്ചിരുന്നു. അയാൾ യോഗട്ട് ഓർഡർ ചെയ്തതിനു ശേഷം പുറത്തേക്ക് നടന്നുപോയി. ഈ ഇൻഫർമേഷൻ നൽകിയ കസ്റ്റമർ ആ ഷോപ്പിൽ നിന്നും പോകുന്നതുവരെ അയാൾ വന്ന് ഓർഡർ ചെയ്ത ഐറ്റം കളക്ട് ചെയ്തിട്ടില്ല. അയാളുടെ പ്രവൃത്തികളെല്ലാം വളരെ വിചിത്രമായിരുന്നുവെന്ന് ആ കസ്റ്റമർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഒരു സുപ്രധാന ഇൻഫർമേഷൻ നൽകുന്നത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ആ ഷോപ്പിൽ വന്നിരുന്നു. ആ സമയത്ത് പെൺകുട്ടികൾ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന തിരക്കിലാണ്. അദ്ദേഹം പറയുന്നു അതിനകത്ത് 2 യുവാക്കൾ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. കട പൂട്ടുന്ന സമയത്ത് അവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അയാൾ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തെങ്കിലും ഈ 2 മൊഴികൾ മാത്രമാണ് കൊലപാതകത്തിലേക്ക് ലിങ്ക് ചെയ്യാൻ പോലീസിന് സാധിക്കുന്നത്.
പോലീസ് പിന്നീട് ടെക്സസിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന സീരിയൽ കില്ലേഴ്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കെന്നത്ത് മക്ഡഫ് എന്നയാളെയാണ് അവരുടെ സസ്പെക്ട് ലിസ്റ്റിലേക്ക് ആദ്യം കൊണ്ടുവന്നത്. മരിച്ച പെൺകുട്ടികളുടെ അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്ന കേസിൽ ജയിലിലായിരുന്നു കെന്നത്ത്. മർഡർ നടന്ന ദിവസം പരോളിൽ അയാൾ പുറത്തിറങ്ങിയിരുന്നു. അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യുമ്പോൾ അയാൾ താനത് ചെയ്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ തുടർ അന്വേഷണങ്ങളിൽ അയാൾ തനിക്ക് കൂടുതൽ അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടി സമ്മതിച്ചതാണെന്ന് പോലീസിന് മനസ്സിലാകുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസ് 1990കളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സീരിയൽ റേപ്പ് കൊലപാതക കേസുകളിലെ പ്രതികളെ വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും കൊലപാതകത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ കുറ്റവാളികളെ പിടിക്കുമെന്ന് പറഞ്ഞിറങ്ങിയ പോലീസിന് ശക്തമായ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ദ യോഗട്ട് ഷോപ്പ് മർഡർ കേസ് ഒരു കോൾഡ് കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്ന് 8 വർഷത്തിനു ശേഷം 1999 പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. മോറിസ് ഫിയസ്, ഫോറസ്റ്റ് വെൽബോൺ, മൈക്കിൾ സ്കോട്ട്, റോബർട്ട് സ്പ്രിങ്സ്റ്റീൻ എന്ന 4 ചെറുപ്പക്കാർ ഏകദേശം ഈ കൊലപാതകം നടന്ന അതേ സമയത്ത് തന്നെ .22 കാലിബറുള്ള ഒരു റിവോൾവറുമായി ചില സ്ഥലങ്ങളിൽ കറങ്ങി നടന്നിട്ടുണ്ട് എന്ന് ഇതിന്റെ ഭാഗമായി അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു. അതിലവർ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഷോപ്പിലുണ്ടായിരുന്ന $540 മോഷ്ടിക്കാൻ ശ്രമിച്ചത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നും തെളിവുകൾ നശിപ്പിക്കാൻ അവിടെ തീ വെച്ചു എന്നും അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ യോഗട്ട് ഷോപ്പ് കേസിലെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. എന്നാൽ ചിലർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. കാരണം പോലീസ് പുറത്തുവിട്ട ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ആ 4 ചെറുപ്പക്കാരെ നിർബന്ധിപ്പിച്ചു സമ്മതിപ്പിച്ചതാണെന്ന് അവർ വാദിക്കുന്നു. കൊലപാതകങ്ങൾ നടന്ന സ്ഥലത്തു നിന്നും ഒരു പുരുഷന്റെ DNA ലഭിച്ചിരുന്നുവെന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അത് ലഭിക്കുന്ന സമയത്ത് അത് വെച്ചുള്ള മെഡിക്കൽ പരിശോധനകൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ 2007-2008 കൂടി മെഡിക്കൽ സയൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. DNA ടെസ്റ്റിൽ പുതിയ ടെക്നോളജികളും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച DNA ഈ 4 ചെറുപ്പക്കാരുമായി മാച്ച് ആകുന്നേയില്ല. ഇതവർ നിരപരാധികളാണെന്നതിനുള്ള സയന്റിഫിക് പ്രൂഫായിരുന്നു. 2006-2009 കാലഘട്ടത്തിൽ കോർട്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യുകയും ആ 4 ചെറുപ്പക്കാരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ 1999 മുതൽ ആ ചെറുപ്പക്കാർ ജയിലിൽ തന്നെയായിരുന്നു. യോഗട്ട് ഷോപ്പിലെ കൊലപാതകങ്ങൾക്ക് ശേഷം 17 വർഷം കഴിഞ്ഞ് ആസ്റ്റിൻ പോലീസിന് ഈ കേസ് ഡിറ്റക്റ്റീവ്സിന് കൈമാറേണ്ടി വരുന്നുണ്ട്. ഈ കേസിനെ പറ്റി വിവരങ്ങൾ നൽകുന്നയാൾക്ക് $1,25,000 അതായത് ഇന്ത്യൻ മൂല്യം പ്രകാരം 1,03,00,000 വരെ ഓഫർ ചെയ്യുന്നുണ്ട്. എങ്കിലും ആർക്കും തന്നെ അതിന് കഴിയുന്നില്ല. ഒരുപാട് പേർ വിശ്വസിക്കുന്നത് ഓർഡർ ചെയ്ത് സാധനം വാങ്ങാതെ കടന്നുപോയ ആ സ്ട്രേഞ്ച് ബിഹേവിയർ ഉള്ള വ്യക്തിയോ അല്ലെങ്കിൽ രാത്രി അവസാനമുണ്ടായിരുന്ന ആ 2 ചെറുപ്പക്കാരോ ആണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നാണ്. കാരണം പോലീസിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്താൻ അവർ ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരായിരിക്കാം ആ 4 പെൺകുട്ടികളുടെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.